ചായയുടെ കാപ്പിയുടെയൊക്കെ കാര്യം പറഞ്ഞപ്പോഴാണ് ചായയും കാപ്പിയൊന്നും കുടിക്കാൻ പറ്റാത്ത കുറച്ച് മനുഷ്യർ ഈ മഴയത്ത് വിഷമിക്കുന്നുണ്ട്. അതിവിടെയല്ല, അങ്ങ് തിരുവനന്തപുരത്താണ്. ചാല കരിമടം കോളനിയിലെ വീടുകളിൽ വെള്ളം കയറി എന്നൊരു വാർത്ത വരുന്നു. ജനപ്രതിനിധികളടക്കം ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നും പ്രദേശവാസികൾക്ക് പരാതിയുണ്ട്. സാന്ത്വന ഇപ്പോൾ കരിമടം കോളനിയിലോട്ട് പോയിട്ടുണ്ട്. അവിടെ എന്താണ് അവരുടെ പ്രതികരണമെന്ന് നമുക്കൊന്ന് വളരെ പെട്ടെന്ന് കണ്ടുവരാം, കേട്ടുവരാം. എന്താണ് സാന്ത്വന അവിടുത്തെ അവസ്ഥ? ഡോക്ടർ അരുൺ, ഞാനിപ്പോൾ നിൽക്കുന്നത് ചാല കരിമടം കോളനിയിലാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ പല വീടുകളിലും വെള്ളം കയറിയ ഒരു അവസ്ഥയാണ് ഉള്ളത്. ഇത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതൊക്കെ വീട്ടിലേക്ക് കയറുന്ന വഴിയാണ്. പക്ഷെ അവിടെ എവിടെ ഇറങ്ങാൻ പറ്റുമെന്ന് പോലും നമുക്കറിയില്ല. കാരണം ഇവിടെയൊക്കെ കുഴിയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ചേച്ചി, ഇത് എപ്പോഴാണ് വെള്ളം കയറിയത്? ഇന്നലെ രാത്രി 10 മണി തൊട്ട് ഇത്രയും നേരം വരെ ഒരു തോർച്ചയില്ല മോനെ. എനിക്കാണെങ്കിൽ ഹാർട്ട് പേഷ്യൻറ്റും ഷുഗർ ഭയങ്കര ഓവറായിട്ടുള്ള ഷുഗറും എല്ലാം ഉണ്ട് മോനെ. ആരുമില്ല. ഞാൻ ഇന്നലെ രാത്രി മുതൽ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയ മോനെ. അകത്തൊക്കെ വെള്ളം കയറി. വെള്ളം ഒരിടത്തും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് സ്ലാപ്പിന്റെ പുറത്ത് നേരം വെളുക്കണവരെ ഇരുന്നത്. ഒരു വീട്ടിലെ അവസ്ഥയാണ് ഡോക്ടർ അരുൺ. നമുക്ക് ഇനി മറ്റ് വീടുകളിലേക്ക് കൂടി ഒന്ന് പോയി നോക്കാമെന്ന് തോന്നുന്നു. കാരണം മഴ എന്നൊക്കെ പറയുമ്പോൾ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ഒന്ന് ഉറങ്ങി എണീറ്റ് വരുന്ന ഒരു മഴയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഒരു ദൃശ്യങ്ങളാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതാ മനുഷ്യർ കയ്യിൽ അവരുടെ സാധനങ്ങളും എടുത്തുകൊണ്ട് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ്. ചേച്ചി, അവിടെയൊക്കെ എല്ലാം വെള്ളത്തിലാണല്ലേ? അവിടെയൊക്കെ വെള്ളത്തിലാണ്. ഇവിടെ ആളുകളൊക്കെ ഉണ്ട്. നമുക്ക് ചോദിക്കാം, ചേട്ടാ എന്താ ഒരു അവസ്ഥ? എന്താ ഇത്? വളരെ കാലമായി ഞങ്ങളൊക്കെ വളരെ കൊച്ചിലേ ഇങ്ങനെ ഒരു അവസ്ഥയാണ്. കരിമടം കോളനിക്കകത്തൊരു കുളമുണ്ട്. ആ കുളത്തിൽ വെള്ളം കെട്ടി, അതായത് യമുന നഗർ, കാവേരി ഗാർഡൻസ്, കുര്യാത്തി മേഖലയിലുള്ള വെള്ളം കെട്ടി ആ വെള്ളമാണ് ഇവിടെ ഓവർഫ്ലോ ആയിട്ട് പറഞ്ഞത്. ഇപ്പോൾ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം അട്ടക്കുളങ്ങര കിള്ളിപ്പാലം ബൈപ്പാസ് ഉയർത്തിയപ്പോൾ ഈ റോഡ് താഴെയായി, ഈ മേഖല താഴെയായി. അപ്പോൾ ഈ വർഷകാലം, അതായത് ഒരു 50-60 വർഷങ്ങൾ കൊണ്ട് ഇതിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ BSUP പദ്ധതി പ്രകാരം ഇവിടെ വീട് കെട്ടുന്നുണ്ട്. അതിൽ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഈ പൊളിച്ച ഭാഗത്ത് അവർ വന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് പോയി. പക്ഷെ നടപടി പേപ്പറിൽ കിടക്കുകയാണ്. എന്താ ഒരു അവസ്ഥ? രാവിലെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും ബുദ്ധിമുട്ട് മക്കളെ. എത്രയോ വർഷം കൊണ്ട് ഈ വെള്ളത്തിൽ തീട്ടത്തിൽ അനുഭവിക്കണമെന്നറിയാം. ഇതിന് ഒരു ഇതുമില്ല. ഇനി ഇതിനെന്ത്? വെള്ളത്തിന് പേപ്പർ എഴുതി കൊടുത്ത് അപേക്ഷ കൊടുത്ത് നമുക്ക് വെള്ളം സഹായിക്കാമെന്ന് പറഞ്ഞു. അതും തന്നില്ല. ഈ മണലി ആരെ പുറത്ത് പോട്ടെന്ന് ഇരിക്കട്ടെ. ഞാൻ ഒറ്റ തടി, ഞാൻ അസുഖക്കറിയാണ്. അങ്ങനെ കിടക്കുന്നിടത്ത് നമ്മളെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നു. ഡോക്ടർ അരുൺ, ഇവിടെ ഒരു വീട്ടിൽ കാല് വയ്യാത്ത ഒരു അമ്മയുണ്ട് എന്ന് നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. നമുക്ക് എനിക്ക് തോന്നുന്നു ആ അമ്മയുടെ ഒരു പ്രതികരണം കൂടി ഒന്ന് എടുക്കുന്നത്. വീട്ടിലാണ് മുഴുവൻ വെള്ളമാണ്. ഇതാ ഈ അമ്മയാണ് ഇവിടെ നിൽക്കുന്നത്. അമ്മ, എന്താണ് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ നിൽക്കുകയാണ്? പുറത്തിറങ്ങാൻ പറ്റുന്നില്ല മക്കളെ. ഒന്നിന് പോകാൻ മുട്ടിയിട്ട് സഹിക്കാൻ വയ്യാതെ ഇവിടെ നിൽക്കുന്നു. വലത് കാലം സ്വാധീനമില്ലാത്ത ഞാനാണ്. വെള്ളത്തിൽ ചവിട്ടിയ ഉടനെ എനിക്ക് ജന്മി വരും. ഡോക്ടർ അരുൺ, ഈ പറഞ്ഞതാണ് ഇത് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഇവിടുത്തെ ടോയ്ലറ്റുകളൊക്കെ തന്നെയും ശുചിമുറികളൊക്കെ തന്നെയും ഇവർ തുണികൾ വെച്ച് അടച്ചു വെച്ചിരിക്കുകയാണ്. കാരണം അതിനകത്തുനിന്ന് വെള്ളം ഇങ്ങനെ ഈ പുറത്തേക്ക് വരും. അപ്പോൾ വലിയ ചാലിൽ നിന്നുള്ള വെള്ളമൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിലേക്ക് ഇറങ്ങാൻ കഴിയില്ല. ടോയ്ലറ്റ് സൗകര്യങ്ങൾ യൂസ് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട്. തം പിടിച്ച ജീവിതമാണ് കേട്ടോ കരിമടം നഗറിലെ മനുഷ്യർക്കുള്ളത്. നമ്മളറിയാതെ കോളനിയിൽ നിന്ന് പറഞ്ഞു പോയതാണ്. കാര്യം ഇങ്ങനെ പറഞ്ഞു വന്ന സമയത്ത് ആ സ്ഥലം അങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് ആ സ്ഥലത്തിനെയൊക്കെ പേര് മാറ്റണം. അത് കരിമടം നഗരം. പേര് മാറ്റിയിട്ട് കാര്യമില്ല. ഇവരുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറ്റണ്ടേ? നോക്കൂ, സാന്ത്വനയുടെ ഒപ്പം നിൽക്കുന്ന നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് പകർത്തുന്ന ദൃശ്യങ്ങളാണ്. നരകതുല്യമായ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവൂ. വെള്ളം പെയ്താൽ ഇതാണ് അവസ്ഥ. ശുചിമുറികളിലെ അഴുക്കും എല്ലാം കൂടി വീട്ടിലും പുറത്തും ഒക്കെ ആയിട്ട് വരുന്ന കാലെടുത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതൊക്കെ ആരറിയാൻ, ആര് കേൾക്കാൻ? എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഇടങ്ങളിൽ സുന്ദരവും സുരഭിലവുമായ സ്ഥലങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഇതേപോലുള്ള സ്ഥലങ്ങളിലേക്ക് വല്ലപ്പോഴും ഒന്ന് പോയി നോക്കണം. ഇവരുടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ ശ്രമിക്കണം. അപ്പോൾ അതാണ് കരിമടം നഗറിൽ നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർക്കേണ്ടത്.